ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ക്ലാസ് റൂം. സോ നമ്മൾ PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റിവിഷൻ സീരീസിലെ 17ാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഓൾറെഡി ചെയ്ത ചാപ്റ്റേഴ്സൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കണ്ടു പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 3ാമത്തെ ചാപ്റ്ററാണ്. സംവേദനങ്ങൾക്ക് പിന്നിൽ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഈ 5 ഇന്ദ്രിയങ്ങളെ പറ്റിയിട്ടുമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതും വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇന്നലെ ഞാൻ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര ക്വസ്റ്റ്യൻസ് ആണെന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം കൂടുതൽ പേരും ഗസ് ചെയ്തത് 100 to 150 ആ ഒരു റേഞ്ചിലായിരിക്കും എന്നാണ്. ബട്ട് ഗൈസ്, ഇറ്റ്സ് 188 ക്വസ്റ്റ്യൻസ് ഫ്രം എ സിംഗിൾ ചാപ്റ്റർ. ഞാൻ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ സ്കിപ്പ് ചെയ്താൽ അതൊന്നും ഇനി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് കിട്ടില്ല. അതുകൊണ്ട് എല്ലാ പോയിൻറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ട് 188 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് പഠിക്കാനുള്ളത്. കുറേയൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജീവികളിൽ പ്രതികരണങ്ങൾക്കിടയാക്കുന്ന സാഹചര്യങ്ങളെയാണ് നമ്മൾ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ജീവികളിൽ പ്രതികരണങ്ങൾക്കിടയാക്കുന്ന സാഹചര്യങ്ങളാണ് ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിശപ്പ് ഒരു ഉദ്ദീപനമാണ് അല്ല. വിശക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു പ്രതികരണമാണ്. ആ പ്രതികരണത്തിനിടയാക്കിയ സാഹചര്യമാണ് വിശപ്പെന്ന് പറയുന്നത്. വിശപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പം വിശപ്പെന്ന് പറയുന്നത് എന്താണ്, ഒരു ഉദ്ദീപനമാണ്. അതിനോടുള്ള പ്രതികരണമായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രതികരണത്തിനിടയാക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ഉദ്ദീപനങ്ങൾ എന്ന് പറയുന്നത്. 2 തരം ഉദ്ദീപനങ്ങളുണ്ട്, ബാഹ്യ ഉദ്ദീപനങ്ങളും ആന്തരിക ഉദ്ദീപനവും കേട്ടോ. 2 തരത്തിലുണ്ട് ഉദ്ദീപനങ്ങൾ. ബാഹ്യ ഉദ്ദീപനങ്ങളും ഉണ്ട്, ആന്തരിക ഉദ്ദീപനങ്ങളും ഉണ്ട്. ആന്തരിക ഉദ്ദീപനങ്ങൾക്ക് എക്സാമ്പിളാണ് വിശപ്പ്, ദാഹം, വേദന എന്നിവയൊക്കെ. നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടാവുന്ന ഉദ്ദീപനങ്ങൾ. ഇപ്പോൾ വിശപ്പെന്ന് പറയുന്നത് എന്താണ്, ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നൊരു കാര്യമല്ല, ഒരു ഉദ്ദീപനമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അതൊരു ആന്തരിക ഉദ്ദീപനത്തിന് ഉദാഹരണമാണ് വിശപ്പ്, ദാഹം, വേദന എന്നിവയൊക്കെ. ഇനി ബാഹ്യ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ് പ്രകാശം, ശബ്ദം, തണുപ്പ്, ചൂട് എന്നിവയൊക്കെ. അതായത് ഇപ്പം പ്രകാശം പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കണ്ണടയ്ക്കും അല്ലേ. അപ്പോൾ ഈ കണ്ണടയ്ക്കുക എന്നുള്ളത് എന്താണ്, ഒരു പ്രതികരണമാണ്. ആ പ്രതികരണത്തിനിടയാക്കിയ സാഹചര്യമാണ് ആ പ്രകാശം അടിച്ചു എന്നുള്ളത്. അപ്പം പ്രകാശം എന്താണ്, പക്ഷെ അത് ശരീരത്തിനുള്ളിൽ നിന്നാണോ, അല്ല, പുറത്തുള്ളൊരു കാര്യമാണ്. അപ്പം അത് ബാഹ്യ ഉദ്ദീപനത്തിന് ഉദാഹരണമാണ് പ്രകാശം, ശബ്ദം, തണുപ്പ്, ചൂട് എന്നിവയൊക്കെ. അപ്പം നിങ്ങൾ സിമ്പിളായിട്ട് അങ്ങനെ ആലോചിച്ചാൽ മതി. ശരീരത്തിനകത്തുനിന്നുണ്ടാവുന്ന ഉദ്ദീപനങ്ങളാണെങ്കിൽ ആന്തരിക ഉദ്ദീപനങ്ങളും, പുറത്തുനിന്നുള്ള കാര്യങ്ങളാണെങ്കിൽ ബാഹ്യ ഉദ്ദീപനങ്ങൾക്കും എക്സാമ്പിളാണവ. ഇനി വിവിധ തരം ഉദ്ദീപനങ്ങളെ ശരീരം തിരിച്ചറിയാൻ സഹായിക്കുന്ന സവിശേഷ കോശങ്ങൾ അല്ലെങ്കിൽ നാഡികളുടെ അഗ്രഭാഗങ്ങളെയാണ് ഗ്രാഹികൾ എന്ന് പറയുന്നത്. ഈ ഉദ്ദീപനങ്ങളെ ശരീരം തിരിച്ചറിയാൻ സഹായിക്കുന്ന സവിശേഷ കോശങ്ങൾ അല്ലെങ്കിൽ നാഡികളുടെ അഗ്രഭാഗങ്ങളെയാണ് ഗ്രാഹികൾ എന്ന് പറയുന്നത്. ബാഹ്യ ആന്തര ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ഗ്രാഹികളിൽ ഉണ്ടാകുന്ന വൈദ്യുത സന്ദേശങ്ങളാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ ബാഹ്യ ആന്തര ഉദ്ദീപനങ്ങൾ ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് ഈ ഗ്രാഹികളിൽ ഉണ്ടാകുന്ന വൈദ്യുത സന്ദേശങ്ങളാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഉയർന്ന അളവിൽ ഇത്തരം സന്ദേശങ്ങൾ ഗ്രാഹികളുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളിൽ രൂപപ്പെടുന്നത് ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ടാണ്. അത് ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് തിരിച്ചറിയുന്നത് ആരാണ്, ഗ്രാഹികളാണ് തിരിച്ചറിയുന്നത്. ഈ ബാഹ്യ ആന്തര ഉദ്ദീപനങ്ങൾക്കനുസരിച്ചിട്ട് ഗ്രാഹികളിൽ ഉണ്ടാകുന്ന വൈദ്യുത സന്ദേശങ്ങളെയാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഉയർന്ന അളവിൽ ഇത്തരം സന്ദേശങ്ങൾ ഗ്രാഹികളുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളിൽ എന്ത് രൂപപ്പെടുത്തുന്നുണ്ട്, ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുത്തുന്നുണ്ട്. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ന്യൂറോണുകളിലൂടെ നാഡീയ ആവേഗങ്ങളായിട്ട് സഞ്ചരിച്ചിട്ട് എവിടെ എത്തുന്നുണ്ട്, മസ്തിഷ്കത്തിലാണ് എത്തുന്നത്. മസ്തിഷ്കം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിവിധ തരത്തിൽ പ്രതികരിക്കുന്ന ശരീരഭാഗങ്ങളാണ് പേശികളും ഗ്രന്ഥികളും. അതായത് ആ ഒരു പ്രോസസ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഉദ്ദീപനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ശരീരം അതിനെ തിരിച്ചറിയുന്നത് ഗ്രാഹികൾ വഴിയാണ്. ഈ ബാഹ്യ ആന്തര ഉദ്ദീപനങ്ങൾക്കനുസരിച്ചിട്ട് ഗ്രാഹികളിൽ ഉണ്ടാകുന്ന വൈദ്യുത സന്ദേശങ്ങളാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഉയർന്ന അളവിൽ ഇത്തരം സന്ദേശങ്ങൾ ഗ്രാഹികളുമായി ബന്ധപ്പെട്ട ന്യൂറോണുകളിൽ ആക്ഷൻ പൊട്ടൻഷ്യലായി മാറുന്നു. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു, ന്യൂറോണുകളിലൂടെ നാഡീ ആവേഗങ്ങളായി മസ്തിഷ്കത്തിലെത്തുന്നു. അങ്ങനെ മസ്തിഷ്കം നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് ആ ഒരു പ്രതികരണം ഉണ്ടാകുന്നു. വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ നൽകുന്നത് പേശികളും ഗ്രന്ഥികളുമാണ്. ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
ഇനി ഗ്രാഹികളിലൂടെ തിരിച്ചറിയാവുന്ന സംവേദനങ്ങളെ നമുക്ക് പൊതുസംവേദനങ്ങളെന്നും പ്രത്യേക സംവേദനങ്ങളെന്നും പറയാം. ഗ്രാഹികളിലൂടെ തിരിച്ചറിയാവുന്ന സംവേദനങ്ങളാണ് പൊതുസംവേദനങ്ങളും പ്രത്യേക സംവേദനങ്ങളും. ത്വക്ക്, പേശികൾ, സന്ധികൾ, ആന്തരിക അവയവങ്ങൾ, രക്തക്കുഴലുകൾ എന്നിവയിലെ ഗ്രാഹികൾ തിരിച്ചറിയുന്ന സംവേദനങ്ങളാണ് പൊതുസംവേദനങ്ങൾ. പൊതുസംവേദനങ്ങൾ എന്ന് വെച്ചാൽ അത് ആരൊക്കെ തിരിച്ചറിയുന്നത്? ത്വക്ക്, പേശികൾ, സന്ധികൾ, ആന്തരിക അവയവങ്ങൾ, രക്തക്കുഴലുകൾ എന്നിവയിലൊക്കെയുള്ള ഗ്രാഹികൾ തിരിച്ചറിയുന്ന സംവേദനങ്ങളെ നമുക്ക് പൊതുസംവേദനങ്ങൾ എന്ന് പറയാം. പൊതുസംവേദനങ്ങൾക്ക് എക്സാമ്പിളാണ് സ്പർശം, വേദന, ചൂട്, മർദ്ദം. ഇവയൊക്കെ തിരിച്ചറിയുന്ന ഗ്രാഹികൾ എവിടെയാണ് കാണപ്പെടുന്നത്? ത്വക്ക്, പേശികൾ, സന്ധികൾ, ആന്തരിക അവയവങ്ങൾ, രക്തക്കുഴലുകൾ എന്നിവയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവയാണ് നമ്മൾ പൊതുസംവേദനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ചില അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രാഹികൾ തിരിച്ചറിയുന്ന സംവേദനങ്ങളെയാണ് പ്രത്യേക സംവേദനങ്ങൾ എന്ന് പറയുന്നത്. അല്ലേ, നേരത്തെ പറഞ്ഞത് പൊതുസംവേദനങ്ങളായിരുന്നു. ഇത് പ്രത്യേക സംവേദനങ്ങളാണ്. ചില അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രാഹികൾ തിരിച്ചറിയുന്ന സംവേദനങ്ങളാണ് പ്രത്യേക സംവേദനങ്ങൾ. അതിന് എക്സാമ്പിളാണ് കാഴ്ച, കേൾവി, രുചി, ഗന്ധം എന്നിവയൊക്കെ. അല്ലേ, കാഴ്ച തിരിച്ചറിയാൻ നമുക്ക് കണ്ണിലുള്ള ആ ഗ്രാഹികൾ തന്നെ വേണം. കേൾവിക്കാണെങ്കിൽ ചെവിയിലുള്ള ആ ഒരു പ്രത്യേക ഗ്രാഹികൾ തന്നെ വേണം. അങ്ങനെ ചില അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രാഹികൾ തിരിച്ചറിയുന്ന സംവേദനങ്ങളെയാണ് പ്രത്യേക സംവേദനങ്ങൾ എന്ന് പറയുന്നത്. പൊതുസംവേദനങ്ങളാണെങ്കിൽ ത്വക്ക്, പേശികൾ, സന്ധികൾ, ആന്തരിക അവയവങ്ങൾ, രക്തക്കുഴലുകൾ എന്നിവയിലൊക്കെയുള്ള ഗ്രാഹികൾ തിരിച്ചറിയുന്ന സംവേദനങ്ങളാണ്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ കണ്ണിനെ പറ്റിയാണ് കേട്ടോ പഠിക്കുന്നത്. കണ്ണിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്ന കാര്യങ്ങൾ. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന തലയോട്ടിയിലെ അസ്ഥി അറകളെയാണ് നേത്രകോടരം എന്ന് പറയുന്നത്. കണ്ണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന തലയോട്ടിയിലെ അസ്ഥി അറകളാണ് നേത്രകോടരം. നേത്രഗോളത്തെ നേത്രകോടരവുമായി ബന്ധിപ്പിക്കുന്നതും അതിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതുമായ ഭാഗമാണ് നേത്രപേശികൾ. നേത്രഗോളത്തെ നേത്രകോടരവുമായി ബന്ധിപ്പിക്കുന്നതും അതിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതുമായ ഭാഗമാണ് നേത്രപേശികൾ. കോർണിയ ഒഴികെ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിൻ്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സുതാര്യമായ സ്തരമാണ് നേത്രാവരണം. കോർണിയ ഒഴികെയാണ് കേട്ടോ. കോർണിയ ഒഴികെ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിൻ്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സുതാര്യമായ സ്തരമാണ് നേത്രാവരണം എന്ന് പറയുന്നത്. ഈ നേത്രാവരണത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കണ്ണിനെ സംരക്ഷിക്കുക, ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതുമാക്കുക, പൊടി, രോഗാണുക്കൾ, മറ്റു പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്നത് തടയുക. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഈ നേത്രാവരണത്തിൻ്റെ ധർമ്മങ്ങളാണ്. നേത്രാവരണത്തിൻ്റെ ധർമ്മങ്ങളാണ് കണ്ണിനെ സംരക്ഷിക്കുക, ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതുമാക്കുക, പൊടി, രോഗാണുക്കൾ, മറ്റു പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്നത് തടയുക എന്നിവയൊക്കെ. ഇനി കൺപോളകൾക്കുള്ളിൽ മുകളിലായി കാണപ്പെടുന്നതും കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഗ്രന്ഥികളെയാണ് കണ്ണുനീർ ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. കൺപോളകൾക്കുള്ളിൽ മുകളിലായി കാണപ്പെടുന്നതും കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഗ്രന്ഥികളാണ് കണ്ണുനീർ ഗ്രന്ഥികൾ. അണുബാധകളിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന കണ്ണുനീരിലെ എൻസൈമാണ് ലൈസോസൈം എന്ന് പറയുന്നത്. PYQ ആണ് കേട്ടോ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അണുബാധകളിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന കണ്ണുനീരിലെ എൻസൈമാണേത്? ലൈസോസൈം എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നതിനും പോഷകങ്ങൾ നൽകുന്നതിനും മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനും സഹായിക്കുന്ന ദ്രാവകമാണ് കണ്ണുനീരെന്ന് പറയുന്നത്. കണ്ണിൻ്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നതിനും പോഷകങ്ങൾ നൽകുന്നതിനും മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനും സഹായിക്കുന്ന ദ്രാവകമാണ് കണ്ണുനീരെന്ന് പറയുന്നത്. കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്ന പാളിയാണ് ദൃഢപടലം എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ഏറ്റവും പുറമേ ഉള്ളതും കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്നതുമായിട്ടുള്ള പാളിയാണ് ദൃഢപടലം. കണ്ണിൻ്റെ മധ്യത്തിലെ രക്തക്കുഴലുകൾ സമൃദ്ധമായി കാണപ്പെടുന്ന പാളിയാണ് രക്തപടലം. കണ്ണിൻ്റെ മധ്യത്തിലെ രക്തക്കുഴലുകൾ സമൃദ്ധമായി കാണപ്പെടുന്ന പാളിയാണ് രക്തപടലം. പ്രകാശഗ്രാഹികളായ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണപ്പെടുന്ന കണ്ണിൻ്റെ ഭാഗമാണ് ദൃഷ്ടിപടലം. മൂന്നും നോക്കി വയ്ക്കണേ. ദൃഢപടലം എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഏറ്റവും പുറമേ ഉള്ള കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്ന പാളിയാണ്. രക്തപടലം കണ്ണിൻ്റെ മധ്യത്തിലെ രക്തക്കുഴലുകൾ സമൃദ്ധമായി കാണപ്പെടുന്ന പാളിയാണ്. ദൃഷ്ടിപടലത്തിലാണ് പ്രകാശഗ്രാഹികളായ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണപ്പെടുന്നത്. ഇനി കണ്ണിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്ന നാഡിയാണ് നേത്രനാഡി എന്ന് പറയുന്നത്. കണ്ണിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്ന നാഡിയാണ് നേത്രനാഡി. കണ്ണിൻ്റെ ലെൻസിനെ അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ലെൻസിനെ അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന പേശികളാണ്
സീലിയറി പേശികൾ. കണ്ണിൻ്റെ സുതാര്യമായ മുൻഭാഗവും പ്രകാശത്തെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നതുമായ ദൃഢപടലത്തിൻ്റെ ഭാഗമാണ് കോർണിയ. കണ്ണിൻ്റെ സുതാര്യമായ മുൻഭാഗവും പ്രകാശത്തെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നതുമായ ദൃഢപടലത്തിൻ്റെ ഭാഗമാണ് ഇത് കോർണിയ എന്ന് പറയുന്നത്. ഇനി ദൃഷ്ടിപടലത്തിന് പോഷകങ്ങളും ഓക്സിജനും നൽകുന്നതിനോടൊപ്പം കണ്ണിനുള്ളിലെ ഊഷ്മാവ് ക്രമീകരിച്ചു നിർത്തുന്ന പാളിയാണ് രക്തപടലം. നമ്മൾ നേരത്തെ പറഞ്ഞു രക്തക്കുഴലുകളൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് രക്തപടലത്തിലാണല്ലേ. അതിൻ്റെ ധർമ്മമാണ് പറയുന്നത്. ദൃഷ്ടിപടലത്തിന് പോഷകങ്ങളും ഓക്സിജനും നൽകുന്നതിനോടൊപ്പം കണ്ണിനുള്ളിലെ ഊഷ്മാവ് ക്രമീകരിച്ചു നിർത്തുന്നതുമാരാണ് രക്തപടലം തന്നെയാണ്. ദൃഷ്ടിപടലത്തിന് പോഷകങ്ങളും ഓക്സിജനും നൽകുന്നു, അതോടൊപ്പം തന്നെ കണ്ണിനുള്ളിലെ ഊഷ്മാവ് ക്രമീകരിച്ചു നിർത്തുന്നത് രക്തപടലമാണ്. ഇനി ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്താൻ സഹായിക്കുന്ന രക്തപടലത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാലും അത് സീലിയറി പേശികൾ തന്നെയാണ് കേട്ടോ. കണ്ണിൻ്റെ ലെൻസിനെ അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നതും ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്താൻ സഹായിക്കുന്നതുമായ രക്തപടലത്തിൻ്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ് സീലിയറി പേശികളാണ്. ഇനി പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കുകയും പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭാഗം ഐറിസ് ആണ്. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ചിട്ട് പ്യൂപ്പിളിൻ്റെ വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതും അങ്ങനെ പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഐറിസ് ആണ്. ഐറിസിന് നിറം നൽകുന്നതിനൊപ്പം അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് മെലാനിൻ ആണ് കേട്ടോ. ഐറിസിന് നിറം നൽകുന്നതിനൊപ്പം അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. വസ്തുവിൻ്റെ ചെറുതും തലകീഴായതുമായ പ്രതിബിംബത്തെ റെറ്റിനയിൽ രൂപപ്പെടുത്തുന്ന കണ്ണിൻ്റെ ഭാഗമാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ ചെറുതും തലകീഴായതുമായ പ്രതിബിംബത്തെ റെറ്റിനയിൽ രൂപപ്പെടുത്തുന്ന കണ്ണിൻ്റെ ഭാഗമാണ് കോൺവെക്സ് ലെൻസ്. കണ്ണിൻ്റെ ആന്തരപാളിയും പ്രകാശഗ്രാഹി കോശങ്ങളെ വഹിക്കുന്നതുമായ ഭാഗം ദൃഷ്ടിപടലമാണല്ലേ. ദൃഷ്ടിപടലത്തിലാണ് ഈ കണ്ണിൻ്റെ പ്രകാശഗ്രാഹി കോശങ്ങളായിട്ടുള്ള കോൺ കോശങ്ങളും റോഡ് കോശങ്ങളും കാണപ്പെടുന്നത്. ഇനി ഇരുണ്ട വെളിച്ചത്തിലെ കാഴ്ചയ്ക്കും വെളുപ്പും കറുപ്പും തിരിച്ചറിയാനും സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങൾ അല്ലേ. റോഡ് കോശങ്ങൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇരുണ്ട വെളിച്ചത്തിലെ കാഴ്ചയ്ക്കും കറുപ്പും വെളുപ്പും തിരിച്ചറിയാനും സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. തീവ്രപ്രകാശത്തിലെ കാഴ്ചയ്ക്കും വർണ്ണക്കാഴ്ചയ്ക്കും സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങൾ ഏതാണ്? കോൺ കോശങ്ങളാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. തീവ്രപ്രകാശത്തിലെ കാഴ്ചയ്ക്കും വർണ്ണക്കാഴ്ചയ്ക്കും സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. ഇരുണ്ട വെളിച്ചത്തിലെ കാഴ്ചയ്ക്കും കറുപ്പും വെളുപ്പും തിരിച്ചറിയാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങളുമാണ്. ഈ പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശപാളിയിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്ന ഭാഗമാണ് ബൈപോളാർ കോശപാളി എന്ന് പറയുന്നത്. പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശപാളിയിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്ന ഭാഗത്തെ ബൈപോളാർ കോശപാളി എന്ന് പറയുന്നു. നേത്രനാഡിയിലേക്ക് ബൈപോളാർ കോശപാളിയിൽ നിന്ന് സന്ദേശങ്ങൾ കൈമാറുന്ന ഭാഗമാണ് ഗാംഗ്ലിയോൺ കോശപാളി എന്ന് പറയുന്നത്. നേത്രനാഡിയിലേക്ക് ബൈപോളാർ കോശപാളിയിൽ നിന്ന് സന്ദേശങ്ങൾ കൈമാറുന്ന ഭാഗമാണ് ഗാംഗ്ലിയോൺ കോശപാളി. ഈ കോർണിയയ്ക്കും ലെൻസിനും ഇടയ്ക്കുള്ള അറയാണ് അക്വസറ എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസറ. അക്വസറയിൽ നിറഞ്ഞിരിക്കുന്ന ജലസദൃശമായ ദ്രാവകമാണ് അക്വസ് ദ്രവം എന്ന് പറയുന്നത്. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസറ. അക്വസറയിൽ നിറഞ്ഞിരിക്കുന്ന ജലസദൃശമായ ദ്രാവകമാണ് അക്വസ് ദ്രവം. ഈ അക്വസ് ദ്രവം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നും പഠിക്കണം. രക്തത്തിൽ നിന്ന് ഊറി വരികയും തിരിച്ച് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന കണ്ണിൻ്റെ ദ്രാവകം എന്ന് ചോദിച്ചാലും ഏതാണ്? അക്വസ് ദ്രവം തന്നെയാണ്. രക്തത്തിൽ നിന്ന് ഊറി വരികയും തിരിച്ച് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന കണ്ണിൻ്റെ ദ്രാവകമാണ് അക്വസ് ദ്രവം. ലെൻസിനും കോർണിയയ്ക്കും പോഷകവും ഓക്സിജനും നൽകുന്നതിനൊപ്പം അക്വസറയിലെ മർദ്ദം ക്രമീകരിക്കുന്ന ദ്രാവകമാണ് ഇത് അക്വസ് ദ്രവം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് ചെയ്യുന്നത്? കോർണിയയ്ക്കും ലെൻസിനും ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും ഓക്സിജനും നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ അക്വസറയിലെ മർദ്ദം ക്രമീകരിക്കുന്നതും ആരാണ്? അക്വസ് ദ്രവമാണ്. അപ്പം കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസറ. ഈ അക്വസറയിൽ നിറഞ്ഞിരിക്കുന്ന ജലസദൃശമായ ദ്രാവകമാണ് അക്വസ് ദ്രവം. രക്തത്തിൽ നിന്ന് ഊറി വരികയും തിരിച്ച് രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന കണ്ണിലെ ദ്രാവകമാണ്. ലെൻസിനും കോർണിയയ്ക്കും പോഷകവും ഓക്സിജനും നൽകുന്നതിനൊപ്പം അക്വസറയിലെ മർദ്ദം ക്രമീകരിക്കുന്നതും ഈ അക്വസ് ദ്രവമാണ്. അതേപോലെ തന്നെയാണ് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വലിയ അറയാണ് വിട്രീസ് എന്ന അറ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വിട്രീസ് ദ്രവം കാണപ്പെടുന്ന ശരീരത്തിലെ ഭാഗം ഏതാണെന്നൊക്കെ മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വലിയ അറയാണ് വിട്രീസ് അറ എന്ന് പറയുന്നത്.
വിട്രിയസ് അറയിൽ കാണപ്പെടുന്ന ജെല്ലി പോലെയുള്ള സുതാര്യമായ ദ്രാവകമാണ് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. നേത്രഗോളത്തിന് ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രാവകമാണേത്? വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. നേത്രഗോളത്തിന് ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് വിട്രിയസ് ദ്രവമാണ്. രണ്ടും അക്വസ് അറയും വിട്രിയസ് അറയും അക്വസ് ദ്രവവും. വിട്രിയസ് ദ്രവം എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളതും പഠിച്ചു വയ്ക്കണം കേട്ടോ. ഇനി റെറ്റിനയിൽ നിന്നും നേത്രനാടി ആരംഭിക്കുന്ന ഭാഗത്ത് പ്രകാശഗ്രാഹി കോശങ്ങളില്ലാത്തതിനാൽ കാഴ്ചയില്ലാത്ത ആ ഭാഗത്തിനെയാണ് നമ്മൾ അന്ധബിന്ദു എന്ന് പറയുന്നത്. റെറ്റിനയിൽ നിന്നും നേത്രനാടി ആരംഭിക്കുന്ന ഭാഗത്ത് പ്രകാശഗ്രാഹി കോശങ്ങളില്ലാത്തതിനാൽ കാഴ്ചയില്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു. ഇനി കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന റെറ്റിനയുടെ മധ്യഭാഗമാണ് പീതബിന്ദു എന്ന് പറയുന്നത്. കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന റെറ്റിനയുടെ മധ്യഭാഗമാണ് പീതബിന്ദു. ഇനി നമുക്ക് ആ കണ്ണിലൂടെയുള്ള പ്രകാശത്തിൻ്റെ ആ ഒരു പാത പറയാം. ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രകാശം എവിടെയാണ് തട്ടുന്നുണ്ടാവുക? പ്രകാശത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നത് ഏത് ഭാഗമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? കോർണിയാണല്ലേ. ഫസ്റ്റ് കോർണിയ, പിന്നെ അക്വസ് ദ്രവത്തിലെത്തുന്നു, എന്നിട്ട് പ്യൂപ്പിള്, ദെൻ ലെൻസ്, വിട്രിയസ് ദ്രവം, റെറ്റിന. ഈ ഒരു ഓർഡറിലായിരിക്കും കേട്ടോ. കണ്ണിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പാതയാണ് കോർണിയ, അക്വസ് ദ്രവം, പ്യൂപ്പിൾ, ലെൻസ്, വിട്രിയസ് ദ്രവം, റെറ്റിന. ഈ ഒരു ഓർഡറിലായിരിക്കും കണ്ണിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പാത എന്ന് പറയുന്നത്. ഇനി ഐറിസിൻ്റെ മധ്യഭാഗത്തെ സുഷിരമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഐറിസിൻ്റെ മധ്യഭാഗത്തെ സുഷിരമാണ് പ്യൂപ്പിൾ. മനുഷ്യൻ്റെ കണ്ണിലെ പ്യൂപ്പിളിൻ്റെ സാധാരണ വലുപ്പം എന്ന് പറയുന്നത് 2 മുതൽ 3 മില്ലിമീറ്റർ വരെയാണ്. മനുഷ്യൻ്റെ കണ്ണിലെ പ്യൂപ്പിളിൻ്റെ സാധാരണ വലുപ്പം 2 മുതൽ 3 മില്ലിമീറ്റർ വരെയാണ്. പ്യൂപ്പിളിൻ്റെ വലുപ്പം പരമാവധി കൂടുമ്പോൾ സാധാരണയേക്കാൾ റെറ്റിനയിലേക്ക് പതിക്കുന്ന അധിക പ്രകാശം എന്ന് പറയുന്നത് 16 മടങ്ങിലധികമാണ് കേട്ടോ. പ്യൂപ്പിളിൻ്റെ വലുപ്പം നോർമലി ഉണ്ടാകുന്നത് ഇതിനാണ് 2 മുതൽ 3 മില്ലിമീറ്റർ വരെയാണ്. അതിൻ്റെ വലുപ്പം പരമാവധി കൂടുന്ന സമയത്ത് എത്ര മടങ്ങ്? 16 മടങ്ങിലധികം പ്രകാശം അധികമായിട്ട് കണ്ണിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പ്യൂപ്പിളിൻ്റെ വലുപ്പം പരമാവധി കൂടുമ്പോൾ സാധാരണയേക്കാൾ 16 മടങ്ങിലധികം പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്? റെറ്റിനയിലേക്ക് പതിക്കുന്നുണ്ട്. പ്യൂപ്പിളിൻ്റെ വലുപ്പം നിയന്ത്രിക്കുന്ന ഐറിസിലെ പേശികളാണ് റേഡിയൽ പേശികളും വലയ പേശികളും. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്യൂപ്പിളിൻ്റെ വലുപ്പം നിയന്ത്രിക്കുന്നത്, പ്യൂപ്പിൾ ചെറുതാവാനും വലുതാവാനും ഒക്കെ സഹായിക്കുന്ന ഐറിസിലെ പേശികളാണ് റേഡിയൽ പേശികളും വലയ പേശികളും. പ്യൂപ്പിളിൻ്റെ വലുപ്പം നിയന്ത്രിക്കുന്ന ഐറിസിലെ പേശികളാണ് റേഡിയൽ പേശികളും വലയ പേശികളും. തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിൾ ചുരുങ്ങാൻ സഹായിക്കുന്ന പേശികളാണ് വലയ പേശികൾ എന്ന് പറയുന്നത്. ഒരുപാട് വെളിച്ചം കിട്ടുന്ന സമയത്ത് ഈ പ്യൂപ്പിൾ എന്ത് ചെയ്യും? ചുരുങ്ങും. ചുരുങ്ങിയാലുള്ള, അതായത് ഒരുപാട് വെളിച്ചുള്ളിലേക്ക് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്യൂപ്പിൾ ചുരുങ്ങും. ആ ചുരുങ്ങാനായിട്ട് സഹായിക്കുന്ന പേശികളെയാണ് വലയ പേശികൾ എന്ന് പറയുന്നത്. ഇനി മങ്ങിയ പ്രകാശത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം? പ്യൂപ്പിൾ വികസിച്ചാലേ ഉള്ളൂ മര്യാദയ്ക്ക് കാണാനായിട്ട് പറ്റുക. അപ്പം മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കാൻ സഹായിക്കുന്ന പേശികളാണ് റേഡിയൽ പേശികൾ. രണ്ടും പഠിച്ചു വയ്ക്കണേ. തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിൾ ചുരുങ്ങാൻ സഹായിക്കുന്ന പേശികളാണ് വലയ പേശികൾ. മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കാൻ സഹായിക്കുന്ന പേശികൾ റേഡിയൽ പേശികളുമാണ്. ഇനി ലെൻസിൻ്റെ 3 പ്രധാന ഭാഗങ്ങളാണ് ക്യാപ്സ്യൂൾ, ലെൻസ് നാരുകൾ, എപ്പിത്തീലിയം എന്നിവ. ലെൻസിൻ്റെ 3 പ്രധാന ഭാഗങ്ങളാണ് ക്യാപ്സ്യൂൾ, ലെൻസ് നാരുകൾ, എപ്പിത്തീലിയം എന്നിവ. ലെൻസ് നാരുകളെ ആജീവനാന്തം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ലെൻസ് നാരുകളെ ആജീവനാന്തം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് എപ്പിത്തീലിയം. ലെൻസിൻ്റെ മുഖ്യ നിർമ്മാണ ഘടകം ക്രിസ്റ്റലിൻ ആണ് കേട്ടോ. ലെൻസിൻ്റെ മുഖ്യ നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് ക്രിസ്റ്റലിൻ ആണ്. ലെൻസിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്ന ദ്രവം അക്വസ് ദ്രവമാണ്. ലെൻസിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്ന ദ്രവം അക്വസ് ദ്രവമാണ്. ലെൻസിനെ സീലിയറി പേശികളിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്ന ഘടന ലിഗമെൻറ്റുകളാണ്. ലെൻസിനെ സീലിയറി പേശികളിലേക്ക് ഉറപ്പിച്ചു നിർത്തുന്നത് ആരാണ്? ലിഗമെൻറ്റുകളാണ്. അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി പതിപ്പിക്കുന്ന കണ്ണിൻ്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി പതിപ്പിക്കുന്ന കണ്ണിൻ്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. പവർ ഓഫ് അക്കോമഡേഷൻ സാധ്യമാക്കാൻ ലെൻസിൻ്റെ വക്രതയിൽ വ്യത്യാസം വരുത്തുന്ന പേശികൾ ഏതൊക്കെയാണ്? സീലിയറി പേശികളാണ്. പവർ ഓഫ് അക്കോമഡേഷൻ സാധ്യമാക്കാനായിട്ട് ലെൻസിൻ്റെ വക്രതയിൽ വ്യത്യാസം വരുത്തുന്ന പേശികളാണ് സീലിയറി പേശികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 60 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോഴും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐ ഗസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ എന്തായാലും പറയണം കേട്ടോ. പറയുന്നിട്ട് പോകണം. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം, ഒന്ന് സപ്പോർട്ട് ചെയ്യാം.
പിന്നീട് നിങ്ങൾക്ക് ഈ PDF ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്താൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറയാം, കമൻറ്റ് സെക്ഷനിൽ അങ്ങനെ ചോദിക്കാറുണ്ട്. ഈ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 15 റുപ്പീസ്, 15 രൂപ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ PDF നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തുവാണെങ്കിൽ എഴുതിക്കോളൂ, അതാണ് നല്ലത്. നിങ്ങൾക്ക് വേണ്ട പോയിന്റുകൾ മാത്രം എഴുതിയെടുത്താൽ മതി. ബട്ട് ഇൻ കേസ് നിങ്ങൾക്ക് നോട്ട് ചെയ്താൻ ടൈമില്ല, PDF പ്രിൻ്റ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ചാനലൊന്നുമല്ല, പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വിശ്രമാവസ്ഥയിലായിരിക്കും. അതായത് അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോഴും കണ്ണിലെ ഈ പേശികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പം സീലിയറി പേശികൾ എങ്ങനെയായിരിക്കും? വിശ്രമാവസ്ഥയിലായിരിക്കും. അതേപോലെ ലിഗമെൻറ്റുകൾ വലിഞ്ഞിരിക്കും, ലെൻസിൻ്റെ വക്രത കുറയുന്നു. അകലെയുള്ള വസ്തുക്കളെ നോക്കുന്ന സമയത്ത് സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലായിരിക്കും, ലിഗമെൻറ്റുകൾ എന്തായിരിക്കും? വലിഞ്ഞിരിക്കും, അതേപോലെ ലെൻസിൻ്റെ വക്രത കുറയുന്നു. ഇനി അടുത്തുള്ള വസ്തുക്കളെയാണ് നോക്കുന്നതെങ്കിൽ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു, ലിഗമെൻറ്റുകൾ അയയുന്നു, അതേപോലെ ലെൻസിൻ്റെ വക്രത കൂടുന്നു. നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. അകലെയുള്ള വസ്തുക്കൾ നോക്കുന്ന സമയത്ത് ഈ സീലിയറി പേശികൾ എങ്ങനെയായിരിക്കും? വിശ്രമാവസ്ഥയിലായിരിക്കും, ലിഗമെൻറ്റ് വലിഞ്ഞിരിക്കും, ലെൻസിൻ്റെ വക്രത കുറയും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പം. അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പം സീലിയറി പേശികൾ സങ്കോചിക്കുന്നു, ലിഗമെൻറ്റ് അയയുന്നു, ലെൻസിൻ്റെ വക്രത കൂടുന്നു. ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, എന്നിട്ട് ഓപ്പോസിറ്റ് എടുത്താൽ മതി. റെറ്റിനയിലെ പ്രധാന പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെറ്റിനയിലെ പ്രധാന പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. സിലിണ്ടർ ആകൃതിയിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങൾ കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സിലിണ്ടർ ആകൃതിയാണ് ഈ റോഡ് കോശങ്ങൾക്കുള്ളത്. കോൺ ആകൃതിയിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങളാണ് കോൺ കോശങ്ങൾ. അപ്പം കോൺ കോശങ്ങൾ കോണിൻ്റെ ഷേപ്പാണെന്ന് ആലോചിച്ചാൽ മതി. മറ്റേത് എന്തായിരിക്കും? റോഡ് കോശങ്ങൾ അപ്പം സിലിണ്ടറിൻ്റെതായിരിക്കും. ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. കോൺ കോശങ്ങൾ എന്തായിരിക്കും? ആ പേര് തന്നെ നമുക്ക് കിട്ടും, കോൺ ആകൃതിയിലായിരിക്കും. അപ്പോൾ റോഡ് കോശങ്ങൾ സിലിണ്ടർ ആകൃതിയിലുമാണ്. മനുഷ്യനേത്രത്തിലെ റോഡ് കോശങ്ങളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 9 കോടിയിലധികമായിരിക്കും കേട്ടോ. മനുഷ്യനേത്രത്തിലെ റോഡ് കോശങ്ങളുടെ ആകെ എണ്ണം ഏകദേശം 9 കോടിയിലധികമാണ്. മനുഷ്യനേത്രത്തിലെ കോൺ കോശങ്ങളുടെ ആകെ എണ്ണം ഏകദേശം 45 ലക്ഷവുമാണ്. റോഡ് കോശങ്ങളുടെ ആകെ എണ്ണം ഏകദേശം 9 കോടിയിലധികവും കോൺ കോശങ്ങൾ ഏകദേശം 45 ലക്ഷവുമാണ്. ഇനി റോഡ് കോശങ്ങളിലെ വർണ്ണകം എന്ന് പറയുന്നത് റോഡോപ്സിനാണ്. കോൺ കോശങ്ങളിലെ വർണ്ണകം ഫോട്ടോപ്സിനുമാണ്. റോഡ് കോശങ്ങളിലെ വർണ്ണകം ആ ഒരു പേര് തന്നെ നമുക്ക് കിട്ടും, റോഡോപ്സിനാണ്. കോൺ കോശങ്ങളിലെ വർണ്ണകമാണ് ഫോട്ടോപ്സിൻ എന്ന് പറയുന്നത്. റോഡോപ്സിൻ, ഫോട്ടോപ്സിൻ എന്നീ വർണ്ണകങ്ങളുടെ നിർമ്മാണ ഘടകങ്ങളാണ് ഒപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നും രൂപപ്പെടുന്ന റെറ്റിനാലും. ഇത് രണ്ടും ചേർന്നിട്ടാണ് ഈ റോഡോപ്സിനും ഫോട്ടോപ്സിൻ എന്നീ വർണ്ണകങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. റോഡോപ്സിൻ, ഫോട്ടോപ്സിൻ എന്നീ വർണ്ണകങ്ങളുടെ നിർമ്മാണ ഘടകങ്ങളാണ് ഒപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നും രൂപപ്പെടുന്ന റെറ്റിനാലും. ഇനി പ്രകാശഗ്രാഹികളിലെ പ്രാഥമിക ന്യൂറോ ട്രാൻസ്മീറ്ററാണ് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത്. പ്രകാശഗ്രാഹികളിലെ പ്രാഥമിക ന്യൂറോ ട്രാൻസ്മീറ്ററാണ് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത്. ഇരുട്ടിൽ പ്രകാശഗ്രാഹികൾ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കുന്ന ഘടകം ഗ്ലൂട്ടാമേറ്റാണ്. ഇരുട്ടാണെന്ന് തിരിച്ചറിയാനായിട്ട് അതിൻ്റെ സഹായത്താലാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. ഇരുട്ടിൽ പ്രകാശഗ്രാഹികൾ തുടർച്ചയായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘടകമാണ് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രകാശത്തെ തിരിച്ചറിയുന്ന കോശങ്ങൾ ഓൺ ബൈപോളാർ കോശങ്ങൾ എന്ന് പറയുന്നു. പ്രകാശത്തെ തിരിച്ചറിയുന്ന കോശങ്ങളെ ഇരുട്ടിനെ തിരിച്ചറിയുന്ന കോശങ്ങളെ ഓഫ് ബൈപോളാർ കോശങ്ങൾ എന്ന് പറയും. പ്രകാശത്തെ തിരിച്ചറിയുന്ന കോശങ്ങളെ ഓൺ ബൈപോളാർ കോശങ്ങളെന്നും ഇരുട്ടിനെ തിരിച്ചറിയുന്ന കോശങ്ങളെ ഓഫ് ബൈപോളാർ കോശങ്ങൾ എന്നുമാണ് പറയുന്നത്. ഇരുട്ടിൽ പ്രകാശഗ്രാഹികളിൽ നടക്കുന്ന ഒരു പ്രവർത്തനം എന്ന് വെച്ചാൽ ഇരുട്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്ലൂട്ടാമാറ്റിനെയാണ് കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഗ്ലൂട്ടാമാറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ഓഫ് ബൈപോളാർ കോശങ്ങൾ ഉത്തേജിക്കപ്പെടുന്നു. അല്ലേ, ഇരുട്ടാവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഏതാണ്? ഓഫ് ബൈപോളാർ കോശങ്ങളാണ് ഇരുട്ടിനെ തിരിച്ചറിയുന്ന കോശങ്ങൾ. അപ്പം ഗ്ലൂട്ടാമേറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അപ്പം ഓഫ് ബൈപോളാർ കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. നേത്രനാഡി വഴി മസ്തിഷ്കത്തിലെത്തി ഇരുട്ടാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകും. അപ്പം ഇരുട്ടിൽ പ്രകാശഗ്രാഹികളിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് പറഞ്ഞിട്ടുള്ളത്. ഇരുട്ടാവുന്ന സമയത്താണ് ഈ ഗ്ലൂട്ടാമേറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഓഫ് ബൈപോളാർ കോശങ്ങൾ ഉത്തേജിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ആ ഒരു
ആവേഗം മസ്തിഷ്കത്തിലെത്തുമ്പോൾ നമുക്ക് എന്താണ് ഇരുട്ടാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നു. ഇനി പ്രകാശത്തിലാണെങ്കിൽ ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല കേട്ടോ. ഇരുട്ടുള്ള സമയത്ത് മാത്രമാണ് ഈ ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അപ്പം ഏത് കോശങ്ങളായിരിക്കും സജീവമാവുന്നത്? ഓൺ ബൈപോളാർ കോശങ്ങളാണ്. പ്രകാശത്തെ തിരിച്ചറിയുന്ന കോശങ്ങൾ ഓൺ ബൈപോളാർ കോശങ്ങളായിരുന്നു. അപ്പം ഗ്ലൂട്ടാമേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഓൺ ബൈപോളാർ കോശങ്ങൾ സജീവമാകുന്നു. അപ്പം നേത്രനാടി വഴി മസ്തിഷ്കത്തിലെത്തിയിട്ട് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നു. അപ്പം ഇരുട്ടിലും പ്രകാശത്തിലും ഈ നടക്കുന്ന പ്രകാശഗ്രാഹികളിൽ നടക്കുന്ന ആ ഒരു പ്രവർത്തനമാണ് പറഞ്ഞിട്ടുള്ളത്. റെറ്റിനയിൽ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 കോൺ കോശങ്ങളാണ് എസ് കോണുകൾ, എം കോണുകൾ, എൽ കോണുകൾ എന്നിവ. റെറ്റിനയിൽ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 കോൺ കോശങ്ങളാണ് എസ് കോണുകളും, എം കോണുകളും, എൽ കോണുകളും. ഹ്രസ്വ തരംഗദൈർഘ്യമുള്ള നീല വെളിച്ചത്തെ നന്നായി സംവേദനം ചെയ്യുന്ന കോൺ കോശങ്ങളാണ് എസ് കോണുകൾ എന്ന് പറയുന്നത്. ഹ്രസ്വ തരംഗദൈർഘ്യമുള്ള നീല വെളിച്ചത്തെ നന്നായി സംവേദനം ചെയ്യുന്ന കോൺ കോശങ്ങൾ ഏതാണ്? എസ് കോണുകളാണ്. ഇടത്തരം തരംഗദൈർഘ്യമുള്ള പച്ച വെളിച്ചത്തെ നന്നായി സംവേദനം ചെയ്യുന്ന കോൺ കോശങ്ങൾ എം കോണുകളുമാണ്. ദീർഘതരംഗദൈർഘ്യമുള്ള ചുവന്ന വെളിച്ചത്തെ നന്നായി സംവേദനം ചെയ്യുന്ന കോൺ കോശങ്ങൾ എൽ കോണുകളുമാണ് കേട്ടോ. അപ്പോൾ ഹ്രസ്വ തരംഗദൈർഘ്യമുള്ള നീല വെളിച്ചത്തെ നന്നായി സംവേദനം ചെയ്യുന്നത് എസ് കോണുകളാണ്. ഇടത്തരം തരംഗദൈർഘ്യമുള്ള പച്ച വെളിച്ചത്തെ നന്നായി സംവേദനം ചെയ്യുന്നത് എം കോണുകളും ദീർഘതരംഗദൈർഘ്യമുള്ള ചുവന്ന വെളിച്ചത്തെ നന്നായി സംവേദനം ചെയ്യുന്നത് എൽ കോണുകളുമാണ്. ചുവപ്പ് പച്ച കോണുകൾ ഒരുമിച്ച് ഉദ്ദീപിക്കപ്പെടുമ്പോൾ അനുഭവപ്പെടുന്ന വർണ്ണം ഏതായിരിക്കും? മഞ്ഞയാണ് അല്ലേ. ചുവപ്പ് പച്ച കോണുകൾ ഒരുമിച്ച് ഉദ്ദീപിക്കപ്പെടുമ്പോൾ അനുഭവപ്പെടുന്ന വർണ്ണം മഞ്ഞയാണ്. 3 തരം കോൺകോശങ്ങളുടെയും ഒരേ സമയത്തുള്ള ഉത്തേജനം മൂലം അനുഭവപ്പെടുന്നത് ഏതായിരിക്കും? വെളുത്ത പ്രകാശമായിരിക്കും. ചുവപ്പും പച്ചയും കൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്നത് മഞ്ഞയാണ്. ഇനി 3 തരം കോൺകോശങ്ങളും ഒരേ സമയം ഉത്തേജനം മൂലം അനുഭവപ്പെടുന്ന പ്രകാശം വെളുത്ത പ്രകാശമാണ്. പച്ച ചുവപ്പ് സംവേദനക്ഷമതയുള്ള കോൺ കോശങ്ങളിലെ വർണ്ണകത്തിൻ്റെ ഉൽപ്പാദനത്തിന് കാരണമായ ജീൻ കാണപ്പെടുന്ന ക്രോമസോം ഏതാണെന്ന് ചോദിച്ചാൽ എക്സ് ക്രോമസോമിലാണ് കേട്ടോ. പച്ച ചുവപ്പ് സംവേദനക്ഷമതയുള്ള കോൺ കോശങ്ങളിലെ വർണ്ണകത്തിൻ്റെ ഉൽപ്പാദനത്തിന് കാരണമായ ജീൻ കാണപ്പെടുന്നത് എക്സ് ക്രോമസോമിലാണ്. നീല കോണിലെ വർണ്ണകത്തിൻ്റെ ഉൽപ്പാദനത്തിന് കാരണമായ ജീൻ കാണപ്പെടുന്നത് 7th ക്രോമസോമിലുമാണ്. പച്ച ചുവപ്പ് സംവേദനക്ഷമതയുള്ള കോൺകോശങ്ങളിലെ വർണ്ണകത്തിൻ്റെ ഉൽപ്പാദനത്തിന് കാരണമായ ജീൻ കാണപ്പെടുന്നത് എക്സ് ക്രോമസോമിലും നീല കോണിലെ വർണ്ണകത്തിൻ്റെ ഉൽപ്പാദനത്തിന് കാരണമായ ജീൻ കാണപ്പെടുന്നത് 7ാം ക്രോമസോമിലുമാണ്. വർണ്ണാന്തതയ്ക്ക് കാരണമായ ജീനുകൾ കാണപ്പെടുന്ന ക്രോമസോം അപ്പോൾ ഏതാണ്? എക്സ് ക്രോമസോം ആണല്ലേ. വർണ്ണാന്തതയ്ക്ക് കാരണമായ ജീനുകൾ കാണപ്പെടുന്ന ക്രോമസോം എക്സ് ക്രോമസോമാണ്. വർണ്ണാന്തത സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ കൂടുതലായി കാണപ്പെടാനുള്ള കാരണം എന്താണ്? പുരുഷന്മാരിൽ ഒരു എക്സ് ക്രോമസോം മാത്രമുള്ളതിനാൽ അല്ലേ. സ്ത്രീകളിൽ 2 എക്സ് ക്രോമസോമുകൾ ഉണ്ടായിരിക്കും. അപ്പം ഒന്നിന് എന്തെങ്കിലും തകരാറ് വരുവാണെങ്കിലും വേറെ ഒന്ന് വെച്ചിട്ട് സ്ത്രീകളിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പുരുഷന്മാരിൽ ഒരു ക്രോമസോം മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ഒരു ഡിസബിലിറ്റി ഉണ്ടാവും. അപ്പം വർണ്ണാന്തത കൂടുതൽ സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ആരിലാണ്? പുരുഷന്മാരിലാണ്. ഇനി വസ്തുക്കളുടെ അകലവും സ്ഥാനവും തിരിച്ചറിയാൻ സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രമാണ് വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. വസ്തുക്കളുടെ അകലവും സ്ഥാനവും തിരിച്ചറിയാൻ സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രമാണ് വിഷ്വൽ കോർട്ടെക്സ്. 2 കണ്ണുകളിലെയും പ്രതിബിംബങ്ങളെ തലച്ചോർ ഒന്നിപ്പിച്ചു ചേർക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് 2 കണ്ണിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2 പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതിനെ രണ്ടിനെയും കൂടെ ഒന്നിപ്പിച്ചു ചേർക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. 2 കണ്ണുകളിലെയും പ്രതിബിംബങ്ങളെ തലച്ചോർ ഒന്നിപ്പിച്ചു ചേർക്കുന്ന പ്രക്രിയയാണ് ബൈനോക്കുലർ ഫ്യൂഷൻ. മനുഷ്യന് ത്രിമാന കാഴ്ച സാധ്യമാക്കുന്നതും 3D കാഴ്ച സാധ്യമാക്കുന്നതും വസ്തുക്കളുടെ അകലവും സ്ഥാനവും കൃത്യമായി നിർണ്ണയിക്കാൻ സഹായിക്കുന്നതുമായ പ്രതിഭാസമാണ് ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. മനുഷ്യന് ത്രിമാന കാഴ്ച സാധ്യമാക്കുന്നതും വസ്തുക്കളുടെ അകലവും സ്ഥാനവും കൃത്യമായി നിർണ്ണയിക്കാൻ സഹായിക്കുന്നതുമായ പ്രതിഭാസമാണ് ബൈനോക്കുലർ ഫ്യൂഷൻ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാനും അകലെയുള്ളവയെ മങ്ങി കാണാനും കാരണമാകുന്ന നേത്രവൈകല്യമാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. കുറച്ച് നേത്രവൈകല്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. അകലെയുള്ളവയെ മങ്ങി കാണാനും പറ്റുന്ന ആ ഒരു നേത്രവൈകല്യമാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. ഹ്രസ്വദൃഷ്ടി എന്ന് വെച്ചാൽ അടുത്തുള്ളതിനെ മാത്രം നമുക്ക് വ്യക്തമായിട്ട് കാണാം.
ഇങ്ങനെ ആലോചിക്കുക. ഹ്രസ്വദൃഷ്ടിക്ക് കാരണമാകുന്ന നേത്രഗോളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ദൈർഘ്യമേറിയ നേത്രഗോളമായിരിക്കും. ദൈർഘ്യമേറിയ നേത്രഗോളമാവുന്ന സമയത്താണ് ഹ്രസ്വദൃഷ്ടി ഉണ്ടാവുന്നത്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസാണ് കേട്ടോ. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസാണ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. അകലെയുള്ള വസ്തുക്കളെ നമുക്ക് വ്യക്തമായിട്ട് കാണാം, അല്ലെ? ദീർഘദൃഷ്ടി എന്ന് പറയുമ്പം അകലെയുള്ള വസ്തുക്കൾ എന്ത് ചെയ്യാൻ പറ്റും? വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷേ അടുത്തുള്ളവയെ മങ്ങിക്കാണാനും പറ്റുന്ന ആ ഒരു നേത്രവൈകല്യമാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാം, അകലെയുള്ളവയെ മങ്ങിക്കാണും. ദീർഘദൃഷ്ടി ആകുമ്പം അകലെയുള്ളതിനെ വ്യക്തമായിട്ട് കാണാം, അടുത്തുള്ളതിനെ മങ്ങിക്കാണും. ദീർഘദൃഷ്ടിക്ക് കാരണമാകുന്ന നേത്രഗോളത്തിൻ്റെ അവസ്ഥ നേത്രഗോളത്തിൻ്റെ ദൈർഘ്യം കുറയുന്നതാണ്. നേരത്തെ ഓപ്പോസിറ്റ് ആയിരിക്കും. ദീർഘദൃഷ്ടി ആവുന്ന സമയത്ത് നേത്രഗോളത്തിൻ്റെ ദൈർഘ്യം കുറയുന്നതാണ് കാരണം. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസുമാണ്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ കോൺകേവ് ലെൻസും ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസാണ് കേട്ടോ. അതും ഒരു നേത്രവൈകല്യമാണ്. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സിലിണ്ട്രിക്കൽ ലെൻസാണ്. ഇനി നേത്ര ലെൻസ് അതാര്യമായി മാറുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏത് അവസ്ഥയ്ക്കാണ് ഏത് പേരാ പറയുന്നത് എന്നുള്ള ഈ രോഗാവസ്ഥയും നേത്രവൈകല്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം, ചോദിക്കാറുണ്ട്. നേത്ര ലെൻസ് അതാര്യമാവുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത്. അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗിരണം തടസ്സപ്പെട്ട് മർദ്ദം കൂടി നേത്രനാടിക്ക് തകരാറുണ്ടാവുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വയ്ക്കണേ. അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗിരണം തടസ്സപ്പെട്ട് മർദ്ദം കൂടി നേത്രനാടിക്ക് തകരാറുണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. നേത്രാവരണത്തിലുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണെന്ന് പറയുന്നത്. നേത്രാവരണത്തിലുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണെന്ന് പറയുന്നത്. ഇനി പ്രമേഹം നിയന്ത്രണവിധേയമല്ലാത്ത അവസ്ഥ മൂലം റെറ്റിനയിലെ രക്തക്കുഴലുകൾക്ക് തകരാറുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പേര് വെച്ചിട്ട് കണ്ടെത്താൻ പറ്റും. പ്രമേഹം നിയന്ത്രണവിധേയമല്ലാതാവുന്ന സമയത്ത് ഈ ഡയബറ്റിക്സ് കൂടുതലായിട്ട് റെറ്റിനയിലെ രക്തക്കുഴലുകൾക്ക് തകരാറുണ്ടാവുന്ന അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം നേരിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത, അല്ലേ? നൈറ്റ് ബ്ലൈൻഡ്നെസ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി പഠിച്ച സമയത്ത്, അല്ല? വൈറ്റമിൻ എയുടെ കുറവ് മൂലം നേരിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാവാത്ത അവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. എന്നാൽ വിറ്റാമിൻ എയുടെ ദീർഘകാലത്തെ കുറവ് മൂലം കോർണിയ അതാര്യമാകുന്ന രോഗമാണ് സിറോഫ്താൽമിയ. രണ്ടും ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം കേട്ടോ, കാരണം അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. വൈറ്റമിൻ എയുടെ ദീർഘകാലത്തെ കുറവ് മൂലം കോർണിയ അതാര്യമാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ നിശാന്തത എഴുതി വെക്കരുത്. വൈറ്റമിൻ എ എന്ന് കാണുമ്പോൾ തന്നെ നിശാന്തതയിലേക്ക് പോകരുത്. ഈ ഒരു പോയിന്റും കൂടെ നോക്കണം. കോർണിയ അതാര്യമാകുന്ന രോഗം ഏതാണ്? സിറോഫ്താൽമിയാണ്. നിശാന്തത എന്ന് പറയുന്നത് നേരിയ വെളിച്ചത്തിൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഈ വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. പക്ഷേ വൈറ്റമിൻ എയുടെ ദീർഘകാലത്തെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. കോർണിയ അതാര്യമാകുന്ന അവസ്ഥയാണത്. ലോക കാഴ്ച ദിനമായി ആചരിക്കുന്ന ദിവസം ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് കേട്ടോ. ലോക കാഴ്ച ദിനമായി ആചരിക്കുന്ന ദിവസം ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ്. ലോക കാഴ്ച ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടനകളാണ് ലോകാരോഗ്യ സംഘടനയും അന്തർദേശീയ അന്ധത തടയൽ ഏജൻസിയും. 8 വയസ്സിനും അതിനു മുകളിലുള്ളവർക്ക് വീട്ടിലിരുന്നു തന്നെ കാഴ്ച പരിശോധന സാധ്യമാക്കുന്ന സൗജന്യ മൊബൈൽ ആപ്ലിക്കേഷനാണ് WHO ഐസ് എന്ന് പറയുന്നത്. 8 വയസ്സും അതിനു മുകളിലുമുള്ളവർക്ക് വീട്ടിലിരുന്നു തന്നെ കാഴ്ച പരിശോധന സാധ്യമാക്കുന്ന സൗജന്യ മൊബൈൽ ആപ്ലിക്കേഷനാണ് WHO ഐസ് എന്ന് പറയുന്നത്. 2024 ലോക കാഴ്ച ദിനത്തിൻ്റെ സന്ദേശം കുട്ടികളെ നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കൂ എന്നതായിരുന്നു. 2024 ലോക കാഴ്ച ദിനത്തിൻ്റെ സന്ദേശമാണ് കുട്ടികളെ നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കൂ എന്നത്. ഇത് ടെക്സ്റ്റിൽ കൊടുത്ത കാര്യമാണ് കേട്ടോ. 2025 നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കൂ എന്നത് തന്നെയായിരുന്നു. ലവ് യുവർ ഐസ് എന്നതായിരുന്നു കേട്ടോ. കാഴ്ചശക്തി പരിശോധിക്കുന്നതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്, അല്ലേ? കാഴ്ചശക്തി പരിശോധിക്കുന്നതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വ്യക്തി ഒരു ചാർട്ടിൽ നിന്നും നിൽക്കേണ്ട ദൂരം എന്ന് പറയുന്നത് 20 അടിയാണ്. 20 അടി ദൂരത്തിൽ നിന്നായിരിക്കണം ആ ഒരു പരിശോധന നടത്തേണ്ടത്. നേത്രരോഗങ്ങളും വൈകല്യങ്ങളും നിർണ്ണയിച്ച് ചികിത്സയും പ്രതിരോധവും നൽകുന്ന പ്രത്യേക വൈദ്യശാസ്ത്ര ശാഖയാണ് ഓഫ്താൽമോളജി എന്ന് പറയുന്നത്. നേത്രരോഗങ്ങളും വൈകല്യങ്ങളും നിർണ്ണയിച്ച് ചികിത്സയും പ്രതിരോധവും നൽകുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് നമ്മൾ ഓഫ്താൽമോളജി എന്ന് പറയുന്നത്.
നേത്രപരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ആധുനിക ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് റെറ്റിനോസ്കോപ്പുകൾ, ടോണോമീറ്ററുകൾ, ഇഷിഹാര പ്ലേറ്റുകൾ എന്നിവയൊക്കെ കേട്ടോ. നേത്രപരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ആധുനിക ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് റെറ്റിനോസ്കോപ്പുകൾ, ടോണോമീറ്ററുകൾ, ഇഷിഹാര പ്ലേറ്റുകൾ എന്നിവയൊക്കെ. നേത്രപരിശോധന നടത്താനും ലെൻസുകൾ കണ്ണിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാനും ഓഫ്താൽമോളജിസ്റ്റിനെ സഹായിക്കുന്ന വിദഗ്ധരെയാണ് ഓഫ്താൽമിക് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നേത്രപരിശോധന നടത്താനും ലെൻസുകൾ കണ്ണിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാനും ഓഫ്താൽമോളജിസ്റ്റിനെ സഹായിക്കുന്ന വിദഗ്ധരാണ് ഓഫ്താൽമിക് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കണ്ണടകളും കോണ്ടാക്ട് ലെൻസുകളും നൽകുന്ന ഒപ്റ്റിക്കൽ മേഖലയിലെ വിദഗ്ധരാണ് ഡിസ്പെൻസിങ് ഒപ്റ്റീഷ്യൻസ് എന്ന് പറയുന്നത്. കണ്ണടകളും കോണ്ടാക്ട് ലെൻസുകളും നൽകുന്ന ഒപ്റ്റിക്കൽ മേഖലയിലെ വിദഗ്ധരാണ് ഡിസ്പെൻസിങ് ഒപ്റ്റീഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കണ്ണിനെ പറ്റി പഠിക്കാനുള്ളത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മൊത്തം കണ്ണുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇനി ബാക്കിയൊക്കെ കുറച്ച് ചെറുതാണ് കമ്പാരിറ്റീവ്ലി. ഇനി നമ്മൾ ചെവിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ചെവിയുടെ പ്രധാന 3 ഭാഗങ്ങളാണ് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിവ. ചെവിയുടെ പ്രധാന 3 ഭാഗങ്ങളാണ് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിവ. ബാഹ്യകർണത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ചെവിക്കുടയും കർണനാളവുമാണ് കേട്ടോ. ബാഹ്യകർണത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് ചെവിക്കുട, കർണനാളം എന്നിവ. മധ്യകർണത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ കർണപടം, അസ്ഥിശൃംഖല എന്നിവയാണ്. മധ്യകർണത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ കർണപടവും അസ്ഥിശൃംഖലയുമാണ്. ആന്തരകർണത്തിൽ കാണപ്പെടുന്ന പ്രധാന ഭാഗങ്ങൾ സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും കോക്ലിയവുമാണ്. ഇപ്പോൾ 3ലും കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. ചെവിയുടെ 3 പ്രധാന ഭാഗങ്ങളാണ് ബാഹ്യകർണവും മധ്യകർണവും ആന്തരകർണവും. ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങളാണ് ചെവിക്കുട, കർണനാളം എന്നിവ. മധ്യകർണത്തിൻ്റെ ഭാഗങ്ങളാണ് കർണപടം, അസ്ഥിശൃംഖല എന്നിവ. ആന്തരകർണത്തിൽ കാണപ്പെടുന്ന പ്രധാന ഭാഗങ്ങളാണ് സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും കോക്ലിയയും. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ സർപ്പിൾ ആകൃതിയിലുള്ള ഭാഗം ഏതാണ്? കോക്ലിയാണ് അല്ലേ. സർപ്പിൾ ആകൃതി എന്ന് പറയുമ്പം ഒച്ചിൻ്റെ തോട് പോലുള്ള ആ ഒരു ഷേപ്പ് അല്ലേ. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ സർപ്പിൾ ആകൃതിയിലുള്ള ഭാഗമാണ് കോക്ലിയ എന്ന് പറയുന്നത്. ആന്തരകർണത്തിൽ നിന്നും കേൾവി സന്ദേശങ്ങളെ തലച്ചോറിലെത്തിക്കുന്ന നാഡിയാണ് ഇത്? ശ്രവണനാഡി എന്ന് പറയുന്നത്. ആന്തരകർണത്തിൽ നിന്നും കേൾവി സന്ദേശങ്ങളെ തലച്ചോറിലെത്തിക്കുന്ന നാഡിയാണ് ശ്രവണനാഡി. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ തലച്ചോറിലെത്തിക്കുന്ന നാഡി വെസ്റ്റിബുലാർ നാഡിയാണ്. ഇപ്പോൾ ചെവിൻ്റെ നമുക്കറിയാം കേൾവി എന്നൊരു കാര്യം മാത്രമല്ല ചെവി ചെയ്യുന്നത്, ശരീരത്തിൻ്റെ തുലനാവസ്ഥ പാലിക്കുന്നതിനും ചെവി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ തലച്ചോറിലെത്തിക്കുന്ന നാഡി വെസ്റ്റിബുലാർ നാഡിയുമാണ്. ശബ്ദം ഏതു വശത്തു നിന്നാണ് എത്തുന്നത് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗം ചെവിക്കൂടെയാണല്ലേ. ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അതിനുവേണ്ടി സഹായിക്കുന്ന ഭാഗമാണ് ചെവിക്കുട എന്ന് പറയുന്നത്. കണ്ണുനീരിനെ പോലെ അണുനാശക സ്വഭാവമുള്ളതും കർണനാളത്തിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുള്ള ദ്രാവകമാണ് കർണമേഘ, ഇയർ വാക്സ് ആണ് കേട്ടോ. അപ്പം കണ്ണുനീരിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അണുക്കളെയൊക്കെ നശിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചെവിയിൽ കാണപ്പെടുന്ന കർണനാളത്തിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദ്രാവകമാണ് കർണമേയുക, ഇയർ വാക്സ് എന്ന് പറയുന്നത്. കർണപടത്തിൻ്റെ ശരാശരി കനവും വ്യാസവും ചോദിക്കുകയാണെങ്കിൽ 0.1 മില്ലിമീറ്റർ കനമാണ്. അതേപോലെ വ്യാസം 9 മുതൽ 10 മില്ലിമീറ്റർ വരെയാണ് വ്യാസം എന്ന് പറയുന്നത്. കർണപടത്തിൻ്റെ ശരാശരി കനം എന്ന് പറയുന്നത് 0.1 മില്ലിമീറ്റർ ആണ്. അതേപോലെ വ്യാസം 9 മുതൽ 10 മില്ലിമീറ്റർ വരെയുമാണ്. ഇനി മധ്യകർണത്തിൽ കർണപടത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന അസ്ഥിശൃംഖലയിലെ 3 അസ്ഥികളാണ് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് അല്ലേ. എവിടെ കാണപ്പെടുന്നത്? മധ്യകർണത്തിലാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. മധ്യകർണത്തിൽ കർണപടത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന അസ്ഥിശൃംഖലയിലെ 3 അസ്ഥികളാണ് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണല്ലോ. ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. ഏറ്റവും വലുത് ഏതായിരുന്നു? ഫീമർ ആണല്ലേ. ഏറ്റവും വലുത് ഫീമറാണ്, ഏറ്റവും ചെറുത് സ്റ്റേപ്പിസ് ആണ്. കർണപടത്തിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് കടത്തിവിടുന്ന മധ്യകർണത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് അസ്ഥിശൃംഖലയാണ്. കർണപടത്തിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് കടത്തിവിടുന്ന മധ്യകർണത്തിലെ ഭാഗമാണ് അസ്ഥിശൃംഖല. മധ്യകർണത്തെ ഗ്രസനയുമായി ബന്ധിപ്പിക്കുന്ന 4 സെൻറ്റിമീറ്ററോളം നീളമുള്ള കുഴലാണ് യൂസ്റ്റേഷ്യൻ കനാൽ എന്ന് പറയുന്നത്. മധ്യകർണത്തെ ഗ്രസനയുമായി ബന്ധിപ്പിക്കുന്ന 4 സെൻറ്റിമീറ്ററോളം നീളമുള്ള കുഴലാണ് യൂസ്റ്റേഷ്യൻ കനാൽ. യൂസ്റ്റേഷ്യൻ കനാലിൻ്റെ ഏകദേശം നീളം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. 4 സെൻറ്റിമീറ്ററോളമാണ്.
കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം തുല്യമാക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ കനാൽ എന്ന് പറയുന്നത്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഏകദേശ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം തുല്യമാക്കുന്നത് ആരാണ്? ഈ യൂസ്റ്റേഷ്യൻ കനാലാണ്. മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് ശ്ലേഷ്മവും മറ്റ് ദ്രാവകങ്ങളും ഒഴുകാൻ സഹായിക്കുന്നതും ഈ യൂസ്റ്റേഷ്യൻ കനാൽ തന്നെയാണ്. മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് ശ്ലേഷ്മവും മറ്റു ദ്രാവകങ്ങളും ഒഴുകാൻ സഹായിക്കുന്നതും യൂസ്റ്റേഷ്യൻ കനാലാണ്. കോക്ലിയയിലെ മുകളിലത്തെ അറയിലേക്കുള്ള പ്രവേശന കവാടത്തെ പൊതിയുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ എന്ന് പറയുന്നത്. കോക്ലിയയിലെ മുകളിലത്തെ അറയിലേക്കുള്ള പ്രവേശന കവാടത്തെ പൊതിയുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ. കോക്ലിയയിലെ മുകളിലത്തെയും താഴത്തെയും അറകളിൽ കാണപ്പെടുന്ന ദ്രവമാണ് പെരിലിംഫ് എന്ന് പറയുന്നത്. കോക്ലിയയിലെ മുകളിലത്തെയും താഴത്തെയും അറകളിൽ കാണപ്പെടുന്ന ദ്രവമാണ് പെരിലിംഫ്. കോക്ലിയയിലെ മധ്യ അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം എൻഡോലിംഫുമാണ്. അപ്പം കോക്ലിയയിലെ മുകളിലും താഴെയും ഉള്ള അറകളിൽ കാണപ്പെടുന്നത് പെരിലിംഫ് എന്ന ദ്രവവും മധ്യ അറയിൽ കാണപ്പെടുന്ന ദ്രവം എന്ന് പറയുന്നത് ഇതാണ് എൻഡോലിംഫുമാണ്. ശബ്ദഗ്രാഹി കോശങ്ങൾ അടങ്ങിയ കോക്ലിയയിലെ ഭാഗമാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. ശബ്ദഗ്രാഹി കോശങ്ങൾ അടങ്ങിയ കോക്ലിയയിലെ ഭാഗമാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. ഓർഗൻ ഓഫ് കോർട്ടി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബേസിലാർ സ്ഥലത്തിലാണ് കേട്ടോ. ശബ്ദഗ്രാഹി കോശങ്ങൾ അടങ്ങിയ കോക്ലിയയിലെ ഭാഗത്തിനെയാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. ഈ ഓർഗൻ ഓഫ് കോർട്ടി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബേസിലാർ സ്ഥലമാണ്. കോക്ലിയയിലെ മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ ബേസിലാർ സ്ഥലം എന്ന് പറയുന്നത്. കോക്ലിയയിലെ മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയിൽ കാണപ്പെടുന്ന സ്ഥലമാണ് ബേസിലാർ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം നേരത്തെ നമ്മൾ കണ്ണിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ചെവിയിലൂടെയുള്ള ശബ്ദത്തിൻ്റെ സഞ്ചാരപാത നോക്കുകയാണെങ്കിൽ ആദ്യം ശബ്ദം എവിടെ എത്തുന്നത്? ചെവിക്കുടയിലാണല്ലേ, ചെവിക്കുട. പിന്നെ ബാഹ്യ ശ്രവണനാളി, പിന്നീട് കർണപടം, പിന്നെ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, ഓവൽ വിൻഡോ, കോക്ലിയയിലെ ദ്രവങ്ങൾ, ബേസിലാർ സ്ഥലം, ഓർഗൻ ഓഫ് കോർട്ടി, ശ്രവണനാഡി, മസ്തിഷ്കം. ഈ ഒരു ഓർഡറിലാണ് എത്തുന്നത്. മസ്തിഷ്കത്തിലെത്തുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ശബ്ദം ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ആ ഒരു സഞ്ചാരപാത മനസ്സിലാക്കി വയ്ക്കുക. ഫസ്റ്റ് എത്തുന്നത് ചെവിക്കുട, പിന്നെ ബാഹ്യ ശ്രവണനാളി, കർണപടം, മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്, ഓവൽ വിൻഡോ, കോക്ലിയയിലെ ദ്രവങ്ങൾ, ബേസിലാർ സ്ഥലം, ഓർഗൻ ഓഫ് കോർട്ടി, ശ്രവണനാഡി, മസ്തിഷ്കം. ഈ ഒരു ഓർഡറിലാണ് ശബ്ദത്തിൻ്റെ സഞ്ചാരപാത എന്ന് പറയുന്നത്. ഇനി ആന്തരകർണത്തിൽ ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് വെസ്റ്റിബ്യൂളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ആന്തരകർണത്തിൽ ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് വെസ്റ്റിബ്യൂളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ശരീര തുലന പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ പ്രധാന ഭാഗങ്ങളാണ് സെമി സർക്കുലർ കനാലുകൾ, വെസ്റ്റിബ്യൂൾ, അതിൻ്റെ ഭാഗങ്ങളാണ് യൂട്രിക്കിളും സാക്യൂളും, പിന്നെ രോമകോശങ്ങൾ. ഇവ മൂന്നുമാണ് കേട്ടോ. ശരീര തുലന പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ പ്രധാന ഭാഗങ്ങളാണ് സെമി സർക്കുലർ കനാലുകളും വെസ്റ്റിബ്യൂളും രോമകോശങ്ങളും. സെമി സർക്കുലർ കനാലുകളിലെ ദ്രവം എൻഡോലിംഫാണ്. സെമി സർക്കുലർ കനാലുകളിൽ കാണപ്പെടുന്ന ദ്രവം എൻഡോലിംഫാണ്. തലയുടെ ഭ്രമണചലനങ്ങൾ തിരിച്ചറിയുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെമി സർക്കുലർ കനാലുകളാണ്. തലയുടെ ഭ്രമണചലനങ്ങൾ തിരിച്ചറിയുന്ന ഭാഗം സെമി സർക്കുലർ കനാലാണ്. അതേപോലെ തലയുടെ രേഖീയ ചലനങ്ങൾ തിരിച്ചറിയുന്ന വെസ്റ്റിബ്യൂളിലെ ഭാഗങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞ യൂട്രിക്കിളും സാക്യൂളും. തലയുടെ രേഖീയ ചലനങ്ങൾ തിരിച്ചറിയുന്ന വെസ്റ്റിബ്യൂളിലെ ഭാഗങ്ങളാണ് യൂട്രിക്കിളും സാക്യൂളും. ശരീര തുലനനിലയുമായി ബന്ധപ്പെട്ട ആവേഗങ്ങളെ മസ്തിഷ്കത്തിൽ എത്തിക്കുന്ന നാഡി വെസ്റ്റിബ്യൂളാർ നാഡിയാണ്. ശരീര തുലനനിലയുമായി ബന്ധപ്പെട്ട ആവേഗങ്ങളെ മസ്തിഷ്കത്തിൽ എത്തിക്കുന്ന നാഡിയാണ് വെസ്റ്റിബ്യൂളാർ നാഡി. ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന പ്രധാന മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്നത് സെറിബെല്ലമാണല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? സെറിബെല്ലമാണ്. ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. പശ്ചാത്തല ശബ്ദമില്ലാത്ത അവസ്ഥയിൽ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ശബ്ദ തീവ്രത എന്ന് പറയുന്നത് 0 ഡെസിബൽ ആണ്. പശ്ചാത്തല ശബ്ദമില്ലാത്ത അവസ്ഥയിൽ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ശബ്ദ തീവ്രതയാണ് 0 ഡെസിബൽ. സാധാരണ സംഭാഷണത്തിൽ കേൾക്കുന്ന ശബ്ദ തീവ്രത എന്ന് പറയുന്നത് 40 മുതൽ 50 ഡെസിബൽ വരെയാണ്. സാധാരണ സംഭാഷണത്തിൽ കേൾക്കുന്ന ശബ്ദ തീവ്രത 40 മുതൽ 50 ഡെസിബൽ വരെയാണ്. ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴുള്ള ശബ്ദ തീവ്രത 60 ഡെസിബലാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണേ. ഉച്ചത്തിൽ സംസാരിക്കുമ്പോഴുള്ള ശബ്ദ തീവ്രത എന്ന് പറയുന്നത് 60 ഡെസിബലാണ്. കാറുകളുടെ ഹോണിൻ്റെ സാധാരണ ശബ്ദ തീവ്രത 70 ഡെസിബലാണ്. കാറുകളുടെ ഹോണിൻ്റെ സാധാരണ ശബ്ദ തീവ്രത എന്ന് പറയുന്നത് 70 ഡെസിബലാണ്. എയർ ഹോണുകളുടെ ശബ്ദ തീവ്രത 100 മുതൽ 110 ഡെസിബൽ വരെയാണ്.
എയർ ഹോണുകളുടെ ശബ്ദ തീവ്രത 100 മുതൽ 110 വരെ ഡെസിബിളാണ്. മനുഷ്യന് അരോചകമായി തോന്നുന്ന ശബ്ദ തീവ്രതയുടെ പരിധി എന്ന് പറയുന്നത് 80 ഡെസിബലിന് മുകളിലാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 80 ഡെസിബലിന് മുകളിൽ ഉള്ള ശബ്ദമാണ് മനുഷ്യന് അരോചകമായിട്ട് തോന്നുന്നത്. സ്ഥിരമായ കേൾവിക്കുറവിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ 85 ഡെസിബലിൽ കൂടുതൽ ശബ്ദം കുറച്ച് സമയമോ 55 ഡെസിബലിൽ കൂടുതൽ ശബ്ദം ദീർഘനേരമോ കേൾക്കുന്നത് സ്ഥിരമായ കേൾവിക്കുറവിന് കാരണമാകുന്നുണ്ട് കേട്ടോ. 85 ഡെസിബലിലും കൂടുതലുള്ള ശബ്ദം കുറച്ച് നേരം കേൾക്കുന്നതും അതേപോലെ 55 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദം കുറേ നേരം കേൾക്കുന്നതും എന്താണ് സ്ഥിരമായ കേൾവിക്കുറവിന് കാരണമാകുന്ന സാഹചര്യങ്ങളാണ്. അപ്പം കേൾവിൻ്റെ കാര്യവും നമുക്ക് അത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്, ചെവിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. ഇനി ഗന്ധം തിരിച്ചറിയുന്ന പ്രക്രിയ, ഗന്ധത്തിനെ പറ്റിയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ഗന്ധം തിരിച്ചറിയുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ശ്വസിക്കുമ്പോൾ വായുവിലൂടെ എത്തുന്ന ഗന്ധകണികകൾ മൂക്കിലെ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഗന്ധഗ്രാഹികൾ ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കുന്നു, നാഡി ആവേഗങ്ങൾ ഉണ്ടാകുന്നു, ഗന്ധനാഡി വഴി മസ്തിഷ്കത്തിലെത്തുന്നു, ഗന്ധം തിരിച്ചറിയപ്പെടുന്നു. അതാണ് ആ ഒരു പ്രോസസ്സ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഗന്ധം തിരിച്ചറിയുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ശ്വസിക്കുമ്പോൾ വായുവിലൂടെ എത്തുന്ന ഗന്ധകണികകൾ മൂക്കിലെ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു, ഗന്ധഗ്രാഹി ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കുന്നു, നാഡി ആവേഗങ്ങൾ ഉണ്ടാകുന്നു, ഗന്ധനാഡി വഴി മസ്തിഷ്കത്തിലെത്തുന്നു. അങ്ങനെയാണ് ഗന്ധം തിരിച്ചറിയപ്പെടുന്നത്. ഇനി രുചിയുമായിട്ട് ബന്ധപ്പെട്ട് നാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, നാവിൽ രുചിമുകുളങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് പാപ്പില അല്ലേ. നാവിൽ രുചിമുകുളങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് പാപ്പില. നാം തിരിച്ചറിയുന്ന പ്രധാന രുചികളാണ് മധുരം, പുളിപ്പ്, ഉപ്പ്, ചവർപ്പ്, കയ്പ്പ്, ഉമാമി എന്നിവ അല്ലേ. ഇനി രുചി തിരിച്ചറിയുന്ന പ്രക്രിയയാണെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യും? ഉമിനീരിൽ ലയിക്കുന്നു ഫസ്റ്റ്. എന്നിട്ട് പാപ്പിലകളിലെ രുചിമുകുളങ്ങളിലുള്ള രാസഗ്രാഹികൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു, നാഡി ആവേഗങ്ങൾ ഉണ്ടാകുന്നു, നാഡി വഴി മസ്തിഷ്കത്തിലെത്തുന്നു. അങ്ങനെയാണ് രുചി എന്ന അനുഭവം ഉണ്ടാകുന്നത്. രുചി തിരിച്ചറിയുന്ന പ്രക്രിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ ആദ്യം ലയിക്കുന്നു, എന്നിട്ട് പാപ്പിലകളിലെ രുചിമുകുളങ്ങളിലുള്ള രാസഗ്രാഹികൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു, നാഡി ആവേഗങ്ങൾ ഉണ്ടാകുന്നു, നാഡി വഴി മസ്തിഷ്കത്തിലെത്തുന്നു. അങ്ങനെയാണ് രുചി എന്ന അനുഭവം ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഇന്ദ്രിയമായിട്ടുള്ള ത്വക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ത്വക്കിൽ വേദന, താപനില മാറ്റങ്ങൾ എന്നിവ തിരിച്ചറിയുന്ന ഗ്രാഹികളാണ് സ്വതന്ത്ര നാഡീയാഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ത്വക്കിൽ വേദന, താപനില മാറ്റങ്ങൾ എന്നിവ തിരിച്ചറിയുന്ന ഗ്രാഹിയാണ് സ്വതന്ത്ര നാഡീയാഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ത്വക്കിൽ സ്പർശം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം എന്നിവ തിരിച്ചറിയുന്ന ഗ്രാഹി മെർക്കൽ ഡിസ്ക് ആണ് കേട്ടോ. ത്വക്കിൽ സ്പർശം, സമ്മർദ്ദം, രോമങ്ങളുടെ ചലനം എന്നിവ തിരിച്ചറിയുന്ന ഗ്രാഹിയാണ് മെർക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടന എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്ന ത്വക്കിലെ ഗ്രാഹിയാണ് മെയ്സ്നർ കോർപ്പസൽ എന്ന് പറയുന്നത്. വസ്തുക്കളുടെ ആകൃതി, അളവ്, ഘടന എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്ന ത്വക്കിലെ ഗ്രാഹിയാണ് മെയ്സ്നർ കോർപ്പസൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണേ, ഓരോ ഗ്രാഹിയും ഏതൊക്കെയാണെന്നുള്ളത്. ത്വക്കിൽ തണുപ്പ്, സ്പർശം എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹിയാണ് ക്രൗസൻറ്റ് ബൾബ് എന്ന് പറയുന്നത്. ത്വക്കിൽ തണുപ്പ്, സ്പർശം എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹിയാണ് ക്രൗസൻറ്റ് ബൾബ്. തീവ്രമായ സ്പർശം, സമ്മർദ്ദം, ചൂട് എന്നിവ തിരിച്ചറിയുന്ന ഗ്രാഹിയാണ് റുഫിനി എൻഡ് ഓർഗൻ എന്ന് പറയുന്നത്. തീവ്രമായ സ്പർശം, സമ്മർദ്ദം, ചൂട് എന്നിവ തിരിച്ചറിയുന്ന ഗ്രാഹിയാണ് റുഫിനി എൻഡ് ഓർഗൻ എന്ന് പറയുന്നത്. ഇനി രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്ന ത്വക്കിലെ ഗ്രാഹിയാണ് റൂട്ട് ഹെയർ പ്ലെക്സസ് എന്ന് പറയുന്നത്. രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്ന ത്വക്കിലെ ഗ്രാഹിയാണ് റൂട്ട് ഹെയർ പ്ലെക്സസ്. ത്വക്കിൽ കമ്പനം, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശം എന്നിവ തിരിച്ചറിയുന്ന ഗ്രാഹി പസീനിയൽ കോർപ്പസലുമാണ്. ത്വക്കിൽ കമ്പനം, ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശം എന്നിവ തിരിച്ചറിയുന്ന ഗ്രാഹിയാണ് പസീനിയൽ കോർപ്പസൽ. അപ്പോൾ ഈ ഓരോ ഗ്രാഹികളും ഏതൊക്കെ തിരിച്ചറിയാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പഠിച്ചു വയ്ക്കണം. ഇനി ക്ഷതം, മുറിവ്, രോഗബാധ എന്നിവയെക്കുറിച്ചുള്ള അപകട മുന്നറിയിപ്പ് നൽകുന്ന സംവേദനമാണ് ഇത് വേദന എന്ന് പറയുന്നത് അല്ലേ. ക്ഷതം, മുറിവ്, രോഗബാധ എന്നിവയെക്കുറിച്ചുള്ള അപകട മുന്നറിയിപ്പ് നൽകുന്ന സംവേദനമാണ് വേദന. വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് നോസിസെപ്ഷൻ എന്നാണ് കേട്ടോ. വേദന തിരിച്ചറിയുന്ന പ്രവർത്തനമാണ് നോസിസെപ്ഷൻ എന്ന് പറയുന്നത്. വേദന തിരിച്ചറിയുന്ന സവിശേഷ ഗ്രാഹികളാണ് നോസിസെപ്റ്ററുകൾ. വേദന തിരിച്ചറിയുന്ന പ്രവർത്തനമാണ് നോസിസെപ്ഷൻ. വേദന തിരിച്ചറിയുന്ന സവിശേഷ ഗ്രാഹികളാണ് നോസിസെപ്റ്ററുകൾ എന്ന് പറയുന്നത്. നോസിസെപ്റ്ററുകൾ കാണപ്പെടുന്നത് എവിടെയെല്ലാം ചോദിച്ചാൽ ത്വക്ക്, പേശികൾ, ആന്തരിക അവയവങ്ങൾ എന്നിവിടങ്ങളിലൊക്കെയാണ് നോസിസെപ്റ്ററുകൾ കാണപ്പെടുന്നത്. ത്വക്ക്, പേശികൾ, ആന്തരിക അവയവങ്ങൾ. ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയെ നോസിസെപ്റ്റീവ് പെയിൻ എന്നാണ് പറയുന്നത്. ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയാണ് നോസിസെപ്റ്റീവ് പെയിൻ എന്ന് പറയുന്നത്.
നോസിസെപ്റ്റർ ആവേഗങ്ങൾ തലച്ചോറിലെത്തുന്നത് എന്തിലൂടെയെല്ലാം ചോദിച്ചാൽ ആദ്യം സുഷുമ്നാ നാഡിയിലെത്തുന്നുണ്ട്, എന്നിട്ടാണ് അത് മസ്തിഷ്കത്തിലേക്ക് എത്തുന്നത് കേട്ടോ. നോസിസെപ്റ്റർ ആവേഗങ്ങൾ തലച്ചോറിലേക്ക് എത്തുന്നത് സുഷുമ്നാ നാഡിയിലെത്തിയിട്ട് അതിനുശേഷം മസ്തിഷ്കത്തിലേക്കുമാണ്. ഇനി അണുബാധയോ കോശക്ഷതമോ ഉണ്ടാകുമ്പോൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന വേദന ഉളവാക്കുന്ന തന്മാത്രകളാണ് സൈറ്റോകൈനുകളും കീമോകൈനുകളും. അണുബാധയോ കോശക്ഷതമോ ഉണ്ടാകുമ്പോൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന വേദന ഉളവാക്കുന്ന തന്മാത്രകളാണ് സൈറ്റോകൈനുകളും കീമോകൈനുകളും. പെരിഫറൽ നാഡികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അതും വേദന ഉണ്ടാക്കുന്നതാണ്. പെരിഫറൽ നാഡികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ന്യൂറോപ്പതി. ചുറ്റുപാടിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അതിന് നേർക്ക് നീങ്ങുന്ന ജീവികളാണ് അമീബ, ബാക്ടീരിയ എന്നിവ. മറ്റു ജീവികളിലുള്ളതിനെ പറ്റിയും കൂടെ കുറച്ച് പറയുന്നുണ്ട്. ചുറ്റുപാടിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് അതിന് നേർക്ക് നീങ്ങുന്ന ജീവികളാണ് അമീബ, ബാക്ടീരിയ തുടങ്ങിയവ. ഇനി പ്രകാശം തിരിച്ചറിയാനും അതിന് നേർക്ക് നീങ്ങാനും യുഗ്ലിനയെ സഹായിക്കുന്ന ഭാഗമാണ് ഐസ്പോട്ട് എന്ന് പറയുന്നത്, അഥവാ സ്റ്റിഗ്മ. പ്രകാശം തിരിച്ചറിയാനും അതിന് നേർക്ക് നീങ്ങാനും യുഗ്ലിനയെ സഹായിക്കുന്ന ഭാഗമാണ് ഐസ്പോട്ട്. ഷഡ്പദങ്ങളിൽ ഒമാറ്റിഡിയയാൽ നിർമ്മിച്ചിരിക്കുന്ന കണ്ണ് ഏതു പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് സംയുക്ത നേത്രം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഷഡ്പദങ്ങളിൽ ഒമാറ്റിഡിയയാൽ നിർമ്മിച്ചിരിക്കുന്ന കണ്ണാണ് സംയുക്ത നേത്രം എന്ന് പറയുന്നത്. ഷഡ്പദങ്ങളിൽ ഗന്ധവും സ്പർശവും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഭാഗമാണ് ആൻറ്റിന എന്ന് പറയുന്നത്. ഷഡ്പദങ്ങളിൽ ഗന്ധവും സ്പർശവും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഭാഗമാണ് ആൻറ്റിന. വവ്വാലുകളിൽ ഇര പിടിക്കാനും സഞ്ചരിക്കാനും സഹായിക്കുന്ന പ്രത്യേക തരത്തിലുള്ള സംവിധാനമാണ് ഇക്കോലൊക്കേഷൻ സംവിധാനം എന്ന് പറയുന്നത്. വവ്വാലുകളിൽ ഇര പിടിക്കാനും സഞ്ചരിക്കാനും സഹായിക്കുന്ന പ്രത്യേക തരത്തിലുള്ള സംവിധാനമാണ് ഇക്കോലൊക്കേഷൻ സംവിധാനം. ഉയർന്ന കാഴ്ചശക്തിയുള്ളതും അൾട്രാവയലറ്റ് രശ്മികൾ തിരിച്ചറിയാൻ സംവിധാനങ്ങളുള്ളതുമായ പക്ഷിയാണിത്, പരുന്തെന്ന് പറയുന്നത് അല്ലേ. ഉയർന്ന കാഴ്ചശക്തിയുള്ളതും അൾട്രാവയലറ്റ് രശ്മികൾ തിരിച്ചറിയാൻ സംവിധാനങ്ങളുമുള്ളതായ പക്ഷിയാണ് പരുന്ത്. പാമ്പുകളിൽ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രത്യേക അവയവമാണ് ജേക്കബ്സൺസ് അവയവം എന്ന് പറയുന്നത്. പാമ്പുകളിൽ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രത്യേക അവയവമാണ് ജേക്കബ്സൺസ് അവയവം. നായ്ക്കളിൽ കാണപ്പെടുന്ന സംവേദനക്ഷമത കൂടിയ ഗന്ധഗ്രാഹികളുടെ എണ്ണം എന്ന് പറയുന്നത് 300 ദശലക്ഷമാണ് കേട്ടോ. നായ്ക്കളിൽ കാണപ്പെടുന്ന സംവേദനക്ഷമത കൂടിയ ഗന്ധഗ്രാഹികളുടെ എണ്ണം എന്ന് പറയുന്നത് 300 ദശലക്ഷമാണ്. സസ്തനികളിൽ ഗന്ധം തിരിച്ചറിയാനുള്ള ജീനുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് ജീവിയിലാണെന്ന് ചോദിച്ചാൽ അത് ആനകളിലാണ്. സസ്തനികളിൽ ഗന്ധം തിരിച്ചറിയാനുള്ള ജീനുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആനകളിലാണ്. ആനകളിൽ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ജീനുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 2000 ആണ് കേട്ടോ. ആനകളിൽ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ജീനുകളുടെ എണ്ണം ഏകദേശം 2000 ആണ്. മനുഷ്യരിൽ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ജീനുകളുടെ എണ്ണം വെറും 400 മാത്രമേ ഉള്ളൂ. ആനകളിൽ അത് 2000 ഉണ്ട്, ഏകദേശം 2000 ഉണ്ട്. മനുഷ്യരിൽ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ജീനുകളുടെ എണ്ണം 400 ആണ്. ഭക്ഷണം കണ്ടെത്താൻ പ്രധാനമായും കാഴ്ചയേക്കാൾ ഗന്ധത്തെ ആശ്രയിക്കുന്ന ഒരു സസ്തനിയാണേത്, ആന എന്ന് പറയുന്നത്. കാഴ്ചയേക്കാളും ഗന്ധത്തെയാണ് ആന ഭക്ഷണം കണ്ടെത്താനായിട്ട് ആശ്രയിക്കുന്നത്. ആനകൾക്ക് എത്ര കിലോമീറ്റർ അകലെ നിന്നും വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ 19 കിലോമീറ്റർ ആണ്. 19 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ ആനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിട്ട് പറ്റും. ആനകൾ നിലത്തുനിന്ന് കമ്പനം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ശരീരഭാഗം തുമ്പിക്കൈയാണ് അല്ലേ. ആനകൾ നിലത്തുനിന്ന് കമ്പനം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ശരീരഭാഗമാണ് തുമ്പിക്കൈ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള 188 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ട് പോകണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ഏതാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് സജഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ കേട്ടോ, നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വിസായിട്ട് കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യാം, അതും പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.